ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭഗവത്ഗീതയിൽ ചാപ്റ്റർ 4 ശ്ലോകം 37 നമ്മൾ നോക്കുന്നത്. ഭഗവത്ഗീത ഒരു പാരായണം തന്നെ നമുക്ക് ഈ ലോകത്തിലെ വെല്ലുവിളികളൊക്കെ നേരിടാനുള്ള ഒരു മനോബലവും ഒക്കെ നൽകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. 37ാമത്തെ ശ്ലോകം ചാപ്റ്റർ 4 ഭഗവത്ഗീത ഒന്ന് ചൊല്ലാം. യഥൈധാംസി സമിഗ്ധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അപ്പോൾ ഒരിക്കൽ കൂടെ ചൊല്ലാം. 37ാമത്തെ ശ്ലോകം ചാപ്റ്റർ 4 ഭഗവത്ഗീത. യഥൈധാംസി സമിഗ്ധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഇവിടെ പറയുന്നത് ആളിക്കത്തുന്ന തീയിലേക്ക് വിറക് കൊള്ളികൾ ഇടുന്നു. അതുപോലെ ഈ നമ്മൾ ഈ ഹോമമൊക്കെ നടത്തുമ്പോൾ ആളിക്കത്തുന്ന ആ ഒരു അഗ്നിയിലേക്ക് പിന്നെ ദ്രവ്യങ്ങളൊക്കെ ഇടുന്നു, അല്ലെങ്കിൽ വിറക് കൊള്ളികളൊക്കെ ഇടുന്നു. അത് എപ്രകാരമാണോ ചാമ്പലായി മാറുന്നത്, അത് ആ തീ എങ്ങനെയാണോ ഇടുന്ന വിറകിനെയും ഒക്കെ ചാമ്പലാക്കുന്നത്, അപ്രകാരം ജ്ഞാനമാകുന്ന അഗ്നിയാൽ സർവകർമ്മങ്ങളെയും ഭസ്മമാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ഭസ്മീകരിക്കുന്നു. ജ്ഞാനാഗ്നി അപ്രകാരം ജ്ഞാനാഗ്നി സർവ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഒരു ഹോമകുണ്ഡത്തെയും ഒരു യജ്ഞത്തെയും ഒക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. അതിലൂടെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോകത്ത് ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാതെ ഒരാൾക്കും ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. വെറുതെ ഇരുന്ന് എന്തെങ്കിലും ചിന്തിക്കുന്നത് പോലെ ഒരു കർമ്മമാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ജ്ഞാനാഗ്നി എല്ലാ കർമ്മങ്ങളെയും അതുമൂലമുണ്ടാകുന്ന പാപങ്ങളെയും ഭസ്മീകരിക്കാൻ ജ്ഞാനമാകുന്ന അഗ്നിക്ക് കഴിയുന്നു. എങ്ങനെയാണോ നമ്മളൊരു ഹോമകുണ്ഡത്തിൽ യജ്ഞശാലയിൽ വിറകും അഗ്നിയും ഭസ്മവും എല്ലാം അർജുനനെ ഒരുപാട് അറിയുന്നത് കൊണ്ടാണ് ആ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സമിഗ്ധ അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സമിഗ്ധ അഗ്നി? ആളിക്കത്തുന്ന തീ. ഏതാംസി വിറക് കൊള്ളികളെ, യഥാ ഭസ്മസാത് യഥാ എപ്രകാരം ഭസ്മസാത് കുരുതേ ചാമ്പലാക്കുന്നുവോ, തഥാ ജ്ഞാനാഗ്നി അപ്രകാരം ജ്ഞാനാഗ്നി സർവകർമാണി സർവകർമ്മങ്ങളെയും ഭസ്മസാത് കുരുതേ ഭസ്മീകരിക്കുന്നു. അപ്പോൾ എപ്രകാരമാണോ ഒരു നമ്മളൊരു ഹോമം നടത്തുമ്പോൾ അവിടെ ഇടുന്ന വിറകുകൊള്ളികളെയും ദ്രവ്യങ്ങളെയും ഒക്കെ ഭസ്മീകരിച്ച് മാറ്റുന്നത്, ആ ഒരു അഗ്നി ഭസ്മീകരിക്കുന്നത് അല്ലെങ്കിൽ ചാമ്പലാക്കുന്നത്, അപ്രകാരം ജ്ഞാനമാകുന്ന അഗ്നി തഥാ ജ്ഞാനാഗ്നി അപ്രകാരം ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മസാത് കുരുതേ ഭസ്മീകരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മളിപ്പോൾ പിന്നെ ഗണപതി ഹോമം, അങ്ങനെ ഹോമങ്ങളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് ദ്രവ്യങ്ങളും വിറകിൻ്റെ കഷ്ണങ്ങളും ഒക്കെ അതിലേക്ക് ഇടും. അതുപോലെ നെയ്യ് അർപ്പിക്കും, പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കും. അപ്പോൾ ഇതെല്ലാം ഭസ്മമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അർജുനനും ഇത് ഒരുപാട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും പിന്നെ ഭഗവാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇവിടെ വാക്കുകളുടെ അർത്ഥം കൂടാതെ തന്നെ ഈ ഒരു ആ ഒരു ദിവ്യത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു, കാരണം ഹോമം എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിശുദ്ധമായ ദിവ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ആ പറയുന്നതിന് കുറച്ചും കൂടെ ഒരു ദിവ്യത്വവും കൂടെ വരും. അതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വിറകിൻ്റെ ഗുണവും തോതും തരവും നിറവും ഒക്കെ എന്താണെങ്കിലും അതൊരു പ്രശ്നമല്ല. അത് ഈ ജ്ഞാനാഗ്നിയിൽ ദഹിച്ച് കഴിയുമ്പോൾ അതൊരു ചാമ്പൽ കൂന മാത്രമായിട്ട് മാറും എന്നും, അതുപോലെ നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളും ഈ ജ്ഞാനാഗ്നിയിൽ ഭസ്മമാകുന്നു. അപ്പോൾ അത് ഒരു പൂർവാവസ്ഥ വിട്ട് അത് മറ്റൊന്നായി തീരുന്നു എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന കർമ്മവാസനകളെയാണ് നമ്മൾ സഞ്ചിത കർമ്മം എന്ന് പറയാം. അപ്പോൾ
കർമ്മങ്ങളെ മൂന്നായിട്ട് ഭാഗിക്കാം. ഒന്ന് നമ്മൾ ഒരു സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സഞ്ചിയിലാക്കിയിട്ട് നമ്മൾ പൂർവ്വജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പാപകർമ്മങ്ങളും പാപവാസനകളുമാണ്. അതിൻ്റെ ഫലവും നമ്മളിവിടെ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ഞാൻ ഇതൊക്കെ എന്താണ് എനിക്കിങ്ങനെ വന്നത്, ഞാൻ അങ്ങനെ ആർക്കും ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയില്ലേ. അതിന് കാരണം ഈ സഞ്ചിത കർമ്മങ്ങളാണ്. പൂർവ്വജന്മത്തിൽ നിന്ന് സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുവരുന്നു പല കർമ്മങ്ങളും അല്ലെങ്കിൽ പാപവാസനകളും. ഇനി രണ്ടാമത്തെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ നമ്മൾ നമ്മുടെ ഒരു ഗൃഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഇരുന്നു കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്ന കർമ്മങ്ങൾ വാസനാരൂപത്തിൽ നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയാം, അനുഭവിക്കേണ്ടവ, ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട കർമ്മങ്ങൾ. ഇനി ആഗാമി കർമ്മങ്ങൾ എന്ന് പറയും, ഭാവിയിൽ വരാൻ പോകുന്ന വാസനാരൂപത്തിലാവാൻ പോകുന്ന. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപവാസനകൾ. ഇപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലവും നമുക്ക് കർമ്മങ്ങളായിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഈ 3 തരത്തിലുള്ള സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, അതുപോലെ ആഗാമി വാസനാരൂപത്തിലുള്ള കർമ്മങ്ങൾ, വരുന്ന ഭാവിയിൽ വരാൻ പോകുന്ന കർമ്മങ്ങൾ, ഇത് 3ഉം നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത് 3നെയും എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കാൻ ഈ ജ്ഞാനമാകുന്ന അഗ്നിയിലൂടെ കഴിയും. എങ്ങനെയാണോ നമ്മളൊരു ഹോമം ചെയ്യുമ്പോൾ അതിലേക്ക് എല്ലാ ദ്രവ്യങ്ങളും അർപ്പിക്കുമ്പോൾ അത് മുഴുവൻ വിറക് കൊള്ളികളും അർപ്പിക്കുന്നത് മുഴുവനും ഭസ്മീകരിച്ച് ഭസ്മമായിട്ട് മാറുന്നത്, അതുപോലെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ജ്ഞാനം നേടുന്നതിലൂടെ ഈ 3 തരത്തിലുള്ള പാപവാസനകളും ഭസ്മീകരിച്ച് മായി ഇല്ലാതെയായി സർവകർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു ജ്ഞാനാഗ്നി. അപ്പോൾ ജ്ഞാനത്തിന് അത്രയും പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ജ്ഞാനം നേടണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ആളിക്കത്തുന്ന തീ വിറകുകൊള്ളികളെ എങ്ങനെയാണോ ചാമ്പലാക്കുന്നത് അപ്രകാരം ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജ്ഞാനം നേടുന്നതിൻ്റെ അല്ലെങ്കിൽ നേടേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകതയെ കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ശ്ലോകം ഒരിക്കലൂടെ ചൊല്ലാം. യഥൈതാംസി സമിഗ്ധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ, ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജ്ഞാനം എന്ന് പറയുന്ന അതിൻ്റെ വിശിഷ്ടത, അത് നേടേണ്ട ആവശ്യകത, ജ്ഞാനത്തിലൂടെ മാത്രമേ ഈ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് നേരിടാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ അറിവിലൂടെ മാത്രമേ ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓം തത്സത്.